ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് നോയമ്പിൻ്റെ 35-ാം ദിവസത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണല്ലോ. ഇന്നത്തെ ധ്യാന ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം ആവർത്തന പുസ്തകം 30-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ ആസ്പദമാക്കിയാണ്. നമ്മുടെ ജീവിതത്തിലെ കുറവുകളെ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ് അനുദപിച്ച് പുതിയ ഒരു മനുഷ്യനായി തീരുവാനുള്ള നാളുകളാണ് നോമ്പ് ദിനങ്ങൾ. ദൈവം ഇസ്രയേൽ ജാതിയുമായി ഉണ്ടാക്കിയ പലസ്തീനിയൻ നിയമമാണ് ഈ അധ്യായത്തിൽ കാണുന്നത്. ഇതിൽ വ്യവസ്ഥ ഒന്നും തന്നെയില്ല. വ്യവസ്ഥ കൂടാതെ ഭാവി അനുഗ്രഹത്തെ സംബന്ധിച്ചുള്ള വാഗ്ദാനമാകുന്നു ഈ അധ്യായത്തിൻ്റെ ആദ്യത്തെ 7 വാക്യങ്ങളിലുള്ളത്. ആദ്യത്തെ 2 വാക്യങ്ങൾ, ഞാൻ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹവും ശാപവുമായ ഈ വചനങ്ങളൊക്കെയും നിന്റെ മുമ്പിൽ നിവർത്തിയായി വന്നിട്ട് നിന്റെ ദൈവമായ യഹോവ നിന്നെ തള്ളിക്കളഞ്ഞിട്ടുള്ള അതത് ജാതികളുടെ ഇടയിൽ വെച്ച് നീ അവയെ നിന്റെ ഹൃദയത്തിൽ ഓർത്ത് നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരിഞ്ഞ് നീയും നിന്റെ മക്കളും പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും കൂടെ ഞാൻ ഇന്ന് നിന്നോട് ആജ്ഞാപിക്കുന്നത് പോലെയൊക്കെയും അവൻ്റെ വാക്ക് കേട്ട് അനുസരിച്ചാൽ. ഇവിടെ 7 വലിയ വാഗ്ദാനങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിൽ ആദ്യത്തേത് അനുഗ്രഹവും ശാപവും. ആവർത്തന പുസ്തകം 28-ാം അധ്യായത്തിൽ 1 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ അനുഗ്രഹത്തിൻ്റെയും 15 മുതലുള്ള വാക്യങ്ങൾ ശാപത്തിൻ്റെയുമായി കാണുന്നു. ദൈവം ഇസ്രയേൽ ജനതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എങ്കിലും ദൈവജനത്തിനുള്ള സന്ദേശമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന അനുഗ്രഹത്തെയും ശാപത്തെയും കുറിച്ചും ഒന്ന് ചിന്തിക്കാം. അനുഗ്രഹവും ശാപവും നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്നു. നാം ഏതാണ് തിരഞ്ഞെടുക്കുക? അനുഗ്രഹം വേണോ ശാപം വേണോ? നാം പറയുക അനുഗ്രഹം മതിയെന്നല്ലേ. അതേ, അനുഗ്രഹിക്കപ്പെടണം. എങ്ങനെയാണ് നാം അനുഗ്രഹിക്കപ്പെടുക? പ്രാർത്ഥനയാലും പ്രവൃത്തിയാലും അനുഗ്രഹിക്കപ്പെടണം. പ്രവൃത്തിയാൽ നാം എങ്ങനെയാണ് അനുഗ്രഹിക്കപ്പെടുക? 1 പത്രോസ് 3:9 ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാത്ത നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവർ ആയിരിപ്പിൻ. വിശുദ്ധ പത്രോസ് ശ്ലീഹ ഇപ്രകാരം പഠിപ്പിക്കുന്നു: ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ഞാൻ ചെയ്യുന്നുണ്ടോ? പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയോ വരുന്ന ഒരു കാര്യമാണ്. അവൻ എന്നോട് അങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ തന്നെ പകരം ചെയ്യും. അത് മാനുഷികമായ രീതി. അവൻ എന്നോട് ചെയ്തതിൻ്റെ ഇരട്ടിയായി പകരം ചെയ്യും എന്ന് ചിന്തിക്കുന്നത് പൈശാചിക രീതി. അവൻ എന്നോട് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഞാൻ ക്ഷമയോടെ അവന് വേണ്ടി പ്രാർത്ഥിക്കും എന്ന് പറയുന്നത് ദൈവികമായ രീതി. ഇന്ന് പകൽക്കാലം നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, നാം നമ്മുടെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഓരോ പരിശുദ്ധനും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്, യഹോവ എൻ്റെ ശത്രുവിൻ്റെ തലമേൽ തീക്കനൽ കത്തിക്കും. എന്താണ് ഈ വാക്യത്തിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന തീക്കനൽ എൻ്റെ ശത്രുവിൻ്റെ തലമേൽ ഇറങ്ങിച്ചെന്ന് എൻ്റെ ശത്രുവിൻ്റെ തലമേലുള്ള അശുദ്ധിയെ ചാരമാക്കിക്കൊള്ളും. നമുക്ക് അറിയാം, ഒരു വസ്തു തീക്കിരയായി തീർന്നാൽ ആ വസ്തുവിൻ്റെ അശുദ്ധി ചാരമായി തീരുകയും ആ വസ്തുവിൻ്റെ കൊള്ളാവുന്നതായ ഭാഗം തിളക്കമുള്ളതായി തീരുകയും സ്വർണം പോലെ തിളങ്ങുകയും ചെയ്യും. എന്നാൽ ഞാൻ എൻ്റെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവാകുന്ന അഗ്നി ഇറങ്ങി അവനിലെ അശുദ്ധി ഇല്ലാതെ ആയി പോവുകയും അവൻ വിശുദ്ധി ഉള്ളവനായി തീരുകയും അവനിലെ പരിശുദ്ധാത്മാവ് എന്നിലെ പരിശുദ്ധാത്മാവിനെ വന്ദനം ചെയ്യുകയും ചെയ്യും. അതായിരുന്നു പണ്ട് യഹൂദ നാട്ടിൽ കേട്ടിരുന്നത്. യേശുവിൻ്റെ അമ്മയായ മറിയ എലിസബത്തിനെ കാണുവാൻ ചെന്നപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന പൈതൽ തുള്ളിച്ചാടി. എന്തുകൊണ്ടാണ് പൈതൽ തുള്ളിച്ചാടിയത്? പരിശുദ്ധാത്മാവ് നിറഞ്ഞ മറിയയെ കണ്ടപ്പോൾ അന്നേ പരിശുദ്ധാത്മാവ് നിറഞ്ഞ യോഹന്നാൻ എന്ന പൈതൽ വന്ദനം ചെയ്യുകയായിരുന്നു. അതുകൊണ്ടാണ് തുള്ളിച്ചാടിയത്. പ്രിയരെ, ശത്രു എൻ്റെ മുമ്പിൽ വന്ദനം ചൊല്ലുവാൻ, ശത്രുവും ഞാനും നിരപ്പാകുവാൻ ഞാൻ എൻ്റെ ശത്രുവിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നമ്മുടെ ഹൃദയത്തിൽ സമാധാനം ഉണ്ടാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലും പ്രവൃത്തിയിലും ഉണ്ടായിരിക്കണം. ദോഷത്തിന് പകരം ദോഷവും ശകാരത്തിന് പകരം ശകാരവും ചെയ്യാതെ നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അനുഗ്രഹം അനുഭവിക്കുവാനാണ്. രാജകീയ പുരോഹിത വർഗം ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അനുഗ്രഹം അനുഭവിക്കുവാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നവരായിരിക്കുവാൻ നമുക്ക് കഴിയണം. എന്നെ വെറുക്കുന്ന സഹോദരനെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ നന്മ ആഗ്രഹിക്കാത്തവനെ അനുഗ്രഹിക്കുവാൻ സാധിക്കുമ്പോഴാണ് എൻ്റെ പ്രവൃത്തി ഇമ്പകരമായി തീരുന്നത്. കൃഷിക്കാരൻ പണിയായുധവും എടുത്തുകൊണ്ട് വയലിൽ അന്വേഷിച്ച് ചെല്ലുന്നത് പോലെ ആവശ്യക്കാരനെ അന്വേഷിച്ച് അവൻ്റെ കാര്യാദികളെ നടത്തി കൊടുക്കുന്നവൻ്റെ നോമ്പും പ്രാർത്ഥനയുമാണ് ദൈവസന്നിധിയിൽ സുഗന്ധമുള്ളത്.
എന്നാൽ ആവശ്യക്കാരനെ അന്വേഷിച്ചെന്ന് ദാനം കൊടുക്കുവാൻ എൻ്റെ പ്രവൃത്തിയിൽ കൂടി എനിക്ക് സാധിക്കുന്നുണ്ടോ? മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്ന പ്രവൃത്തി എന്നിലുണ്ടോ? ഇല്ലാത്തവനെ തേടിപ്പിടിച്ച് ദാനം ചെയ്യുവാൻ എൻ്റെ മക്കളുടെ മുമ്പിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ? അങ്ങനെ മാതൃകയായി തീരുവാൻ എനിക്ക് സാധിക്കുമ്പോഴാണ് എൻ്റെ പ്രവൃത്തികൾ ദൈവസന്നിധിയിൽ മാനിക്കപ്പെടുന്നത്. ഈ നോയമ്പിൻ്റെ നാളുകളിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ മറ്റുള്ളവർക്കും പകരുവാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.